ഇപ്പോൾ നമ്മൾ കാണുന്നത് പോഡ് ടാക്സികളാണ്. അവയ്ക്ക് ഡ്രൈവറില്ല. അതൊരു നിശ്ചിത ട്രാക്ക് പോലത്തെ ഒരു ഭാഗത്ത് അതിങ്ങനെ ദീർഘനേരം യാത്ര ചെയ്തുകൊണ്ടിരിക്കും. ഇംഗ്ലണ്ടിലെ ഹീത്രൂ വിമാനത്താവളത്തിലാണ് ഇതുപോലെ കണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മൾ ഹീത്രൂ വിമാനത്താവളത്തിൻ്റെ പോഡ് ടാക്സികളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. താമസപന മുംബൈയിലേക്കും ഇത് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് 21 സ്റ്റേഷൻ ഉൾപ്പെടെ 8 കിലോമീറ്റർ ട്രാക്കിലാണ് മുംബൈയിലെ BKCക്ക് ഇത് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആശയം ഇന്ത്യയിൽ പല ഭാഗത്തും നമുക്ക് നടപ്പിലാക്കാവുന്നതാണ്. ഒന്നാമത്തെ കാര്യം ഡ്രൈവറില്ല, രണ്ടാമത്തെ കാര്യം വൈദ്യുതി കൊണ്ട് ഓടുന്ന ഒരു പോഡാണ്. ഡീസലും പെട്രോളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആളുകൾക്ക് ഇതുപോലുള്ള പോഡിലെത്തി അതൊരു ടാക്സിയാണല്ലോ, വളരെ വേഗം ലക്ഷ്യത്തിലെത്തുകയും ചെയ്യാം. പക്ഷേ എല്ലാ ആളുകളും വിദ്യാഭ്യാസവും സംസ്കാരവും ഉള്ളവരായിരിക്കണം. നമ്മുടെ നാട്ടിൽ വെള്ളക്കാരുടെ നാട്ടിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ വിദ്യാഭ്യാസവും സംസ്കാരമുള്ള ആളുകൾക്ക് മാത്രമേ ഇത് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ വന്ദേ ഭാരത് ട്രെയിനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനുള്ളിൽ പല ആളുകളും തുപ്പിയതും വെറ്റില മുറുക്കിയതും കോറിയതും ബ്ലേഡ് കൊണ്ട് ഉരച്ചതും അതങ്ങ് വളരെ വൃത്തികെട്ട രീതിയിലാക്കി വെച്ചിരിക്കുന്ന സാഹചര്യം നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് വികസനം കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അത് മാനേജ് ചെയ്യാനുള്ള കഴിവില്ല, അതിനനുസരിച്ച് അത് വൃത്തിയായിട്ട് കൊണ്ടു നടക്കാനുള്ള കഴിവില്ല. കാരണം അധികം ആളുകളും വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. നമ്മൾ വിദ്യാഭ്യാസത്തിനെക്കുറിച്ച് അതവരാതെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇന്നും പരസ്യമായി തുപ്പുകയും പരസ്യമായി വെറ്റില മുറുക്കി തുപ്പുകയും റോഡിൻ്റെ അരികിൽ വിസർജിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ എവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് മനസ്സിലാക്കുന്നത്. കാണുന്നിടത്തൊക്കെ തുപ്പുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് വികസനമല്ലല്ലോ. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ വിസർജനത്തിൻ്റെ ദുർഗന്ധം എല്ലായിടത്തും ഉണ്ട്. അതെന്താ കാരണം? നമ്മുടെ മാനേജ്മെൻറ്റ് അങ്ങനെയാണ്, ജനങ്ങളും അങ്ങനെയാണ്. ഇന്ന് ചൈനയിലെ റെയിൽവേ സ്റ്റേഷനൊക്കെ നോക്ക്, ജപ്പാനിലെ റെയിൽവേ സ്റ്റേഷനൊക്കെ നോക്ക്, അവിടെ ഒരൊറ്റ ദുർഗന്ധമില്ല. വൃത്തിയും വെടുപ്പുമാണ്. അവിടുത്തെ സിറ്റിയും വൃത്തിയാണ്, വെടുപ്പാണ്. നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ഇടയിലേക്ക് അത് കൊണ്ടുവരുമ്പോൾ അവരതെല്ലാം പാലിക്കേണ്ടത് ആവശ്യമാണ്. മുംബൈയിലെ ഡൽഹിനെ പോലുള്ള വൻകിട നഗരങ്ങളിൽ അത് പറ്റും. കാരണം അവിടുത്തെ ആളുകൾക്ക് വിദ്യാഭ്യാസമുണ്ട്, സംസ്കാരമുണ്ട്, അവർ വൃത്തിയായി പാലിക്കും. ഉൾപ്രദേശ ഗ്രാമങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നശിച്ച് നരണത്തുകല്ലാവും. ഏതായാലും ഈ പോഡെന്ന് പറഞ്ഞിരിക്കുന്ന ആശയം ഒരു കിടുകാച്ചി ആശയമാണ്. ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ആശയമാണ്.